അപ്പോൾ നമ്മുടെ വണ്ടികളിൽ ശ്രദ്ധിക്കാണ്ട് പോകുന്ന 2 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ പല കസ്റ്റമർ വർക്ക്ഷോപ്പിൽ വന്നിട്ട് പറയാറുണ്ട്, ബാക്കിൽ ഡോറ് ഉള്ളിൽ നിന്ന് തുറക്കുന്നില്ല, പക്ഷെ പുറത്തുനിന്ന് തുറക്കുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അത് സിമ്പിൾ കാര്യമാണ്. ഒരുപാട് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല. അത് ഈ ലോക്കിൻ്റെ ഈ സംഭവമല്ലേ, ചൈൽഡ് ലോക്ക്, ഈ സംഭവം ലോക്ക് താഴത്തേക്ക് ഇറങ്ങി കിടന്നു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റില്ല, മേലിലേക്ക് ആക്കിയിടണം. അത് വേറെ ഒന്നുമല്ല, കുട്ടികൾ ഉള്ളിലുണ്ടെങ്കിൽ ഡോറ് ഉള്ളിൽ നിന്ന് തുറന്ന് റോട്ടിലേക്ക് ഒന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ആ സിസ്റ്റം വച്ചേക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ കാര്യങ്ങളാണ്, മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ. പിന്നെ അതേമാതിരി തന്നെ മാരുതി വണ്ടിക്കുള്ള വേറൊരു കാര്യമാണ് ഈ ഒരു സ്വിച്ച് നെങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഗ്ലാസ് താഴൂല, ഇവിടെ നിന്നും താഴൂല, ഇവിടെ നിന്നും താഴൂല. അപ്പോൾ കസ്റ്റമർ ഇത് അറിയാതെ വേഗം വർക്ക്ഷോപ്പിലേക്ക് വരും. വർക്ക്ഷോപ്പിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതങ്ങ് ഓൺ ആക്കിയിട്ട് താത്തുമ്പോൾ പറയും അയ്യോ ഇത്ര ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇതൊന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഡ്രൈവർ സൈഡ് മാത്രം നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും, പക്ഷേ ബാക്കി 3ഉം ലോക്കായിരിക്കും. അപ്പോൾ ഈ സ്വിച്ച് താഴത്തേക്ക് അമർന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് ഒന്നും വർക്കാവില്ല. പകരം നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും. ഓക്കെ അല്ലേ? ഇത് പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിലൂടെ ചേർത്തുന്നേ ഉള്ളൂ.